ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതിൽ വന്നിട്ട് ബുർജ് ഖലീഫ കണ്ടുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ബുർജ് ഖലീഫ നമുക്ക് ഈ വിൻഡോയിലൂടെ ഇതാ കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുക. നമുക്ക് ബുർജ് ഖലീഫ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അമ്പരചുംബികളായ കുറേ ബിൽഡിങ്ങുകളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദുബായ് വ്ലോഗ്സ് ഡേ 3 സ്വാഗതം. വരുമ്പോ എങ്ങനെ ഉണ്ടായ ബാൽക്കണി ആയിരുന്നു, ഇപ്പൊ ഇതിന്റെ അവസ്ഥ നോക്ക്. ഇത് ഇവിടുന്ന് കുക്കിങ്ങാ? വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണ്ടേ? ഈ ബോട്ടിൽ ഫുൾ ഒഴിച്ചിട്ടുണ്ടേ. ഇത് ഇവിടുന്ന് തളച്ചു മീനുണ്ടാക്കുന്നു, മുട്ട ബൈ. ഈ ഹോട്ടലിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ദുബായിൽ വന്നിട്ട് ട്രാമും മോണോറെയിലൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അത് മോശമാവില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാം ജുമേറ, അറ്റ്ലാന്റിസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ട്രാം മോണോറെയിൽ വഴിയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അതിനു വേണ്ടി ദുബായ് മറീന മോളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ അൽസൂഫിലേക്ക് നമ്മൾ ട്രാം വഴിയാണ് പോകുന്നത്. അങ്ങനെ ട്രാം എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രാമിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നല്ല തിരക്കായത് കാരണം നിന്നുകൊണ്ട് കാഴ്ചകൾ കാണേണ്ട അവസ്ഥയായിരുന്നു. ട്രാമിൽ നിന്ന് ഇറങ്ങി അടുത്തതായി മോണോ റെയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ട്രാമിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് മോണോ റെയിലിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും മോണോ റെയിൽ അവിടെ എത്തിയിട്ടുണ്ട്. മോണോ റെയിൽ കയറി നമ്മൾ നേരെ പോകുന്നത് അറ്റ്ലാന്റിസിലേക്കാണ്. ഇതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. ദുബായിലെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോട്ടലാണിത്. അറ്റ്ലാന്റിസ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അതേ മോണോ റെയിലിൽ നമ്മൾ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അടുത്തതായി നമ്മൾ പോകുന്നത് എയിൻ ദുബായ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മോണോ റെയിലൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടാണ് എയിൻ ദുബായിലേക്ക് എത്തിയത്. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് എയിൻ ദുബായിലേക്കാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജയന്റ് വീലായിട്ടുള്ള ഫെറീസ് വീലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിലൊന്ന് കയറിയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്തേക്ക് വിട്ടത്. അങ്ങനെ ഫെറീസ് വീലിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കൂടാന്നുള്ള പ്രൊഹിബിറ്റഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഫെറീസ് വീലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കയറാൻ വേണ്ടി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എയർ കണ്ടീഷൻ ചെയ്ത വലിയൊരു ഗ്ലാസ് റൂമാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ദുബായിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ലോ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നിമിഷങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ദുബായ് മൊത്തത്തിലൊന്ന് കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്. അങ്ങനെ ദുബായിയുടെ ഈ 360 ഡിഗ്രി വ്യൂവോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ദുബായ് വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.